എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ കാഞ്ചിറോ അവൻ എല്ലാവർക്കും ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് മൊമൻറ്റോസ്കി ആയിട്ട് അങ്ങനെ പറന്നു പോവാണ്. ഇവിടെ പുതുതായിട്ട് വന്ന സോൾജിയേഴ്സ് അവരിപ്പോഴായിരിക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഇത്രയും നാളും അവരോടൊപ്പം നിന്ന് അവരെ ചതിച്ചത് അത് മറ്റാരുമല്ല കാഞ്ചിറോ ആണെന്ന്. ടീമും ആണെങ്കിൽ കാഞ്ചിറോയെ വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അവനാണെങ്കിൽ എല്ലാവരെയും ഇൻസൾട്ട് ചെയ്ത് അങ്ങനെ പറന്നു പോവാണ്. അതേസമയം ഉണ്ടപ്പെണ്ണ് അവളെ കാഞ്ചിറോ വരച്ച ആ പാമ്പുകൾ അവറ്റകൾ അങ്ങനെ വലിച്ചു മുറുക്കാനായിട്ട് തുടങ്ങും. അവൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ പുറത്തു വരണം എന്നറിയില്ല. കൗമട്സു ആണെങ്കിൽ സ്ക്വാഡ് വെച്ച് ആ പാമ്പുകളെ വെട്ടിയെറിഞ്ഞ് അവളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അവളാണെങ്കിൽ ഇപ്പൊ കൗമട്സുവിനോട് സോറി പറയും. ഐ എം സോറി, എനിക്ക് മൊമൻറ്റോസ്കിയെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. കൗമട്സുവും അത് കേട്ട് നിരാശയിലാഴും. കാരണം അവനെ കൊണ്ടും മൊമൻറ്റോസ്കിയെ സേവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെ സാഞ്ചയെ കൊണ്ട് സ്കൈവാക്ക് ചെയ്യാനായിട്ട് കഴിയും. ആണെങ്കിൽ എങ്ങനെയെങ്കിലും സ്കൈവാക്ക് ചെയ്ത് കാഞ്ചിറോയെ പിടിച്ച് മൊമൻറ്റോസ്കിയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം ഉസോപ്പ് അവനാണെങ്കിൽ അവന്റെ ഉണ്ടി ബോളൊക്കെ വെച്ച് കാഞ്ചിറോ അറ്റാക്ക് ചെയ്യും. കാഞ്ചിറോ സിമ്പിളായി അതൊക്കെ തട്ടിത്തെറിപ്പിക്കും. അടുത്തതായിട്ട് സാഞ്ചി ആണെങ്കിൽ എയർവാക്ക് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ കാഞ്ചിറോ അവനെ ഈസി ആയിട്ട് തട്ടിത്തെറിപ്പിച്ച് അവന്റെ മുടി കറക്കി ബ്ലാക്ക് ക്ലൗഡ്സുകളെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്. കെന്നിനാണെങ്കിൽ അത് കാണുമ്പോൾ ടെൻഷനാവും. അവൻ സാഞ്ചിയെ തിരികെ വിളിക്കും. ആ ബ്ലാക്ക് ക്ലൗഡിൽ നിന്ന് ഇപ്പം നീഡിൽ പോലെ വെള്ളം അതങ്ങനെ താഴേക്ക് വരികയാണ്. അതാണെങ്കിൽ അവിടെയുള്ളവരുടെ ദേഹത്തേക്ക് തറച്ചു കയറും. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ പാനിക് ആവുകയാണ്. അതുമാത്രമല്ല സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ അവിടുന്ന് ദൂരേക്ക് സേഫ് ആയിട്ട് മാറും. ഡോസ്കി ആണെങ്കിൽ അവനോട് കെഞ്ചും, ദയവ് ചെയ്ത് നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, അവരെല്ലാവരും മരണപ്പെടും. അതിന് കാഞ്ചിറോ പറയും, അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം അത് ഓടനോടായിരുന്നു. ഓടൻ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ നിങ്ങളോട്. പക്ഷേ നിന്റെ അമ്മ ടൊക്കി അവൾ ഓടൻ പറയുന്നത് കേട്ട് നിങ്ങളെ ടൈം ട്രാവൽ ചെയ്ത് ഇവിടെ കൊണ്ടെത്തിച്ചു. പോലും പേടിയുള്ള ഒരു പൊടി പയ്യനാണ് നീ. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. മാത്രമല്ല ആ സാമുറൈസ് അവരെല്ലാവരും പേടിത്തൊണ്ടന്മാരാണ്. അവർക്ക് പവറോ കഴിവോ ഒന്നും തന്നെ ഇല്ല. സോ നിങ്ങളെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയില്ല. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്ന അനുസരിച്ച് തോൽവി സമ്മതിക്കുന്നതും മരിക്കുന്നതുമാണ് നിങ്ങൾക്ക് നല്ലത്. കട്ട് ചെയ്ത താഴെയുള്ളവരെല്ലാവരും ആ റെയിൻ സ്പൈക്സുകളെ അങ്ങനെ വെട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് നേരം അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മൊമൻറ്റോസ്കി ആണെങ്കിൽ ഒരു സെക്കൻഡ് അവന്റെ പപ്പയെക്കുറിച്ചും ക്ലാനിനെ കുറിച്ചും ആലോചിക്കും. അതിനുശേഷം ഇപ്പൊ അവനോട് പറയും, നീ പറഞ്ഞത് സത്യമാണ്, ഞാൻ എൻ്റെ പപ്പ ഓടൻ പവർഫുൾ അല്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അത്രയും മെന്റൽ സ്ട്രെങ്ത്തും എനിക്കില്ല. എന്നെ ആരെങ്കിലും രക്ഷിക്കാതെ എനിക്കിപ്പോ ഇവിടുന്ന് രക്ഷപ്പെടാനും കഴിയില്ല എന്ന് പറഞ്ഞ് ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ രക്ഷിക്കാനായിട്ട് ഉച്ചത്തിൽ വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. അവനാണെങ്കിൽ ഒരു നിമിഷം കണ്ണടച്ച് ഇപ്പോ ലൂഫിയെ കുറിച്ച് ആലോചിക്കുകയാണ്. ലൂഫി പറഞ്ഞ കാര്യങ്ങൾ അതൊന്നൊന്നായിട്ട് അവന്റെ മനസ്സിലേക്ക് വരും. അവന്റെ പപ്പയെയും അമ്മയെയും സിസ്റ്ററിനെയും കുറിച്ച് ആലോചിക്കും. അവരെ ഓർക്കുമ്പോൾ അവൻ ഒരുപാട് സങ്കടം വരികയാണ്. അടുത്ത നിമിഷം ലൂഫി ആണെങ്കിൽ അവനെ ചീത്ത വിളിക്കുന്ന ആ രംഗം അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. യു ആർ അൺബിലീവബിൾ. നീ ഓടന്റെ പാരമ്പര്യമാണ്. ഈ ഒരു ഐലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നീയാണ്. സോ ഇതുപോലെ എത്ര നാള് കരഞ്ഞും സങ്കടപ്പെട്ടും നീ നിന്റെ ലൈഫ് തീർക്കും. ഇനിയെങ്കിലും നീ ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരണം. ദയവ് ചെയ്ത് നീ നിന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ആ ബാരിയേഴ്സ് എല്ലാം തകർത്ത് പുറത്തേക്ക് വായോ. നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും അതിന് കഴിയും. മൊമൻറ്റോസ്കി ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇപ്പോൾ ഉച്ചത്തിൽ ഒരു അനൗൺസ്മെന്റ് അങ്ങനെ വിളിച്ചു പറയുകയാണ്. പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. നിങ്ങൾ ആരും ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഞാൻ കൊസുക്കി ഓടന്റെ മകനാണ്. അവന്റെ പരമ്പര തീർച്ചയായിട്ടും എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. എന്ത് വില കൊടുത്തും ഈ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് നിങ്ങൾ നിറവേറ്റണം. ഈ ഒരു അയലാൻഡിന്റെ പ്രതീക്ഷ അത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഒറോച്ചിയെയും കൈഡോയും തകർത്ത് ഈ വാനോ കിങ്ഡം അത് തിരികെ പിടിച്ച് ഭദ്രമായിട്ട് നിങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് പറയും. അത് കേട്ട് എല്ലാവരും ഞെട്ടും. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും മൊമൻറ്റോസ്കി, ഈ ഒരു പവറാണ് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിച്ചത്. നീ ഓടന്റെ മകൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് നിന്റെ ഉള്ളിലുണ്ട്. ഇരിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു പറയും. അത് കേട്ട് മൊമൻറ്റോസ്കി അവൻ വിതുമ്പി കരയാണ്. കാഞ്ചിറോ ആണെങ്കിൽ നിർത്താതെ ബേർഡിന്റെ സഹായത്താൽ അങ്ങനെ പറന്നു പോവും. ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും അവരുടെ മനസ്സിൽ വാശിയും വെറുപ്പും വൈരാഗ്യവും അതങ്ങനെ ഇരച്ചു പൊന്തുകയാണ്. അവരെല്ലാവരും ഇപ്പോൾ ആ ഒരു കൈഡോടെ ഹൈഡൗട്ട് അത് ലക്ഷ്യമാക്കി അങ്ങനെ മുൻപോട്ടേക്ക് പോകും. ആ വില്ലന്മാരുടെ 3 കപ്പലില് ഇപ്പൊ ഒരേ ഒരു കപ്പല് ബാക്കിയുണ്ട്. അതിലുള്ള കുറച്ച് വില്ലന്മാരാണെങ്കിൽ ആ കപ്പലെടുത്ത് ഇപ്പൊ ഒർഗഷിമയിലേക്ക് പോവും. നമ്മുടെ ആൾക്കാർ അറിഞ്ഞുകൊണ്ടാണ് അവരെ വിട്ടയച്ചത്. അവരെ ഫോളോ ചെയ്ത് ആ ഒർഗഷിമയിലേക്ക് എത്തി ആ വില്ലന്മാരെ എല്ലാവരെയും തകർത്ത് മൊമൻറ്റോസ്കിയെ അവനെ തിരികെ പിടിക്കുക. അതാണ് നമ്മുടെ ആൾക്കാരുടെ ലക്ഷ്യം. ആയുധങ്ങളും ആൾബലങ്ങളും എല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്ത ലക്ഷ്യം അതാ ഒർഗഷിമയാണ്. ഇവിടെ ഉണ്ടപ്പെണ്ണിനാണെങ്കിൽ ഭയങ്കര കുറ്റബോധവും വിഷമവും. കാരണം അവളെ കൊണ്ട് എന്റെ മകൻ മൊമൻറ്റോസ്കിയെ അവൻ
അവനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ചുറ്റുമുള്ളവരെല്ലാവരും അവളെ സമാധാനിപ്പിക്കും. കിന്നാണെങ്കിൽ അവളുടെ കൈ പിടിച്ച് പറയും, നിന്റെ ബെസ്റ്റ് നീ കൊടുത്തു, കണ്ടില്ലേ. കൗമഡ്സ് പോലും അവനോട് ഫൈറ്റ് ചെയ്ത് തോറ്റുപോയി. അവന്റെ സ്കില്ല് വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും അവിടേക്ക് ചെന്ന് നമ്മളെല്ലാവരും അവനോട് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കും. ഇത്രയും കാലം അവൻ നമ്മളെ ചതിച്ചതിനുള്ള ശിക്ഷ അത് നമ്മൾ അവന് കൊടുക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യും. സാമുറൈസ് ആണെങ്കിൽ ഇപ്പൊ ഡെഞ്ചറോയെ തന്നെ നോക്കും. കാരണം പഴയ ലുക്കുമായിട്ട് അവനിപ്പോ യാതൊരു ബന്ധവുമില്ല. നീ എങ്ങനെയാ ഇത്രയധികം ചേഞ്ച് ആയി പോയെ? നിന്റെ ഫേസും ബോഡിയും എല്ലാം തന്നെ ശരിക്കും മാറിപ്പോയി. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഓടൻ മരിച്ചതറിഞ്ഞ് ഒരുപാട് വിഷമത്തിൽ ആ ഒരു തകർന്ന വീട്ടിൽ അവൻ ദിവസങ്ങൾ തള്ളി നീക്കി. അവന്റെ ശരീരം, അവന്റെ ഹെയർ എന്നിങ്ങനെ എല്ലാം തന്നെ അവൻ ചേഞ്ച് ചെയ്ത് പ്രതികാരദാഹിയായി അവൻ പുറത്തേക്ക് വന്നു. അങ്ങനെയാണ് നമ്മുടെ ഡെഞ്ചറോ അവൻ ഈ കാണുന്ന രൂപത്തിലായി മാറിയത്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് നമ്മുടെ ആൾക്കാരുടെ ഓരോ കപ്പലുകളായിട്ട് കാണിക്കും. കാഞ്ചറോട് അറ്റാക്കിൽ ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവർക്കാണെങ്കിൽ മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അവർ നോർമൽ ആക്കുകയാണ്. സാമുറൈസിന് ആർക്കും തന്നെ അവരുടെ ജീവന് യാതൊരു കുഴപ്പമില്ല. എല്ലാവരും സേഫാണ്. മാത്രമല്ല ഇതൊന്നും തന്നെ അവരെ തളർത്താനായിട്ട് പോകുന്നില്ല. ഫൈറ്റ് ചെയ്യാനുള്ള ആർജവം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ കൂടി വരും. എത്രയും വേഗം അവിടേക്ക് പോയി അവരെ എല്ലാവരെയും തകർക്കുക, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. യൂസ്ട്രസ് കിഡ് ആണെങ്കിൽ ഇപ്പൊ അവന്റെ സോൾജിയേഴ്സിനോട് അവരുടെ കപ്പൽ കുറെ കൂടെ മുൻപിലേക്ക് വിടാനായിട്ട് പറയും. അതേസമയം ലോ ആണെങ്കിൽ ആ സാമുറൈസിനോട് അവരുടെ കപ്പലിൽ നിന്ന് ഇറങ്ങി മറ്റേതെങ്കിലും കപ്പലിൽ കയറാനായിട്ട് പറയാണ്. അത് കേട്ട് അവർ മറ്റേതെങ്കിലും കപ്പലിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുമ്പോഴായിരിക്കും വലിയൊരു കനോൻ ബോൾ അതങ്ങനെ തെറിച്ച് വീണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പലിനെ മുഴുവനായിട്ട് തകർക്കുക. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതവും ഞെട്ടലും. അവർ ചുറ്റും നോക്കും എന്താ സംഭവിച്ചതെന്ന്. നമ്മുടെ ആൾക്കാർ കടത്തിവിട്ട ആ ഒരു കപ്പല് അതൊരു മിനിമം റേഞ്ചും ഗ്യാപ്പൊക്കെ അങ്ങനെ വിട്ടതിന് ശേഷം ഇപ്പൊ തിരികെ നമ്മുടെ ആൾക്കാരെ തന്നെ ലോങ് റേഞ്ചിൽ വെച്ച് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇത്രയും വലിയ സ്ട്രോങ് വെപ്പൺ അത് ആ കപ്പലിൽ ഉണ്ടായിരുന്നോ? മാത്രമല്ല ഇത്രയും ആക്യുറേറ്റ് ആയി എങ്ങനെ അവരെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ ചിന്തിച്ച് അവരങ്ങനെ വണ്ടറടിക്കുകയാണ്. വില്ലന്മാരാണെങ്കിൽ നിർത്താതെ ഓരോരോ കപ്പലുകളെ ആയിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ലോയ്ക്കാണെങ്കിൽ അവർ ചെയ്ത തെറ്റ് അത് എത്ര വലുതാണെന്ന് മനസ്സിലാവും. ലൂഫി ദേഷ്യപ്പെട്ട് പറയും, കാരണവശാലും അവരെ വിടാനായിട്ട് പാടില്ല. എത്രയും വേഗം കപ്പലിന്റെ സ്പീഡ് കൂട്ടി അവരുടെ കപ്പലിന്റെ അടുത്തേക്ക് എത്തണമെന്ന് പറയും. യൂസ്റ്റസ് കിഡിനാണെങ്കിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല. എന്റെ കപ്പലിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ സേഫായി അവിടേക്ക് എത്തി, കൈഡോയെ കൊല്ലൂന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് പോകും. നമ്മുടെ ആൾക്കാരുടെ സൈഡിലുള്ള കപ്പലുകൾ അതൊന്നൊന്നായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലന്മാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവർ പൊട്ടിച്ചിരിച്ച് വീണ്ടും കനോൻസ് കപ്പലുകളെ ലക്ഷ്യമാക്കി അയക്കും. നമ്മുടെ ആൾക്കാരുടെ സൈഡിലുള്ള കപ്പലുകൾ അതങ്ങനെ തകർന്ന് വെള്ളത്തിൽ മുങ്ങാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും വില്ലന്മാരുടെ കപ്പലിന്റെ അടിയിലൂടെ മറ്റൊരു ക്രീച്ചർ അങ്ങനെ ഉയർന്നു വരിക. അതങ്ങനെ ഉയർന്നു വന്ന് ഫിഷ്മാൻ കരാത്തെ എന്ന് പറഞ്ഞ് ആ ഒരു കപ്പലിൽ ആഞ്ഞെട്ടിക്കുകയാണ്. ആ ഒരു ഇടിയിൽ കപ്പലിന്റെ ഒരു ഭാഗം തകരും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വണ്ടടിച്ച് ആ വില്ലന്മാരുടെ കപ്പലിലേക്ക് നോക്കുകയാണ്. വീണ്ടും ഒരുപാട് അറ്റാക്കുകൾ വന്ന് ആ ഒരു കപ്പലിന്റെ ഓരോരോ ഭാഗങ്ങളായി കടലിലേക്ക് തന്നെ തകർന്നു വീഴും. മാത്രമല്ല ആ കപ്പൽ മുഴുവനായിട്ടും തീപിടിച്ചെരിയാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും അവര് വില്ലന്മാരുടെ കപ്പലിനെ അറ്റാക്ക് ചെയ്ത ആളെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. അവനാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഞാൻ ഫിഷ്മാൻ ഐലാൻഡിലുള്ള ഒരു സോൾജിയർ ആണ്, യൂഗു കിൻഡത്തിന്റെ പവർഫുൾ സോൾജിയർ. അത് കേൾക്കുമ്പോൾ തന്നെ ആരാണെന്ന് നമ്മുടെ ആൾക്കാർക്കും ഫ്രണ്ട്സിനും ഇപ്പൊ മനസ്സിലായി കാണും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ജിംബൈ ആണെങ്കിൽ കൈ ഉയർത്തി ലൂഫിയോട് വിളിച്ചു പറയും, ഞാൻ നിനക്ക് തന്ന പ്രോമിസ് അത് പാലിച്ചിരിക്കുകയാണ്, ജീവനോട് കൂടെ ഞാൻ തിരികെ എത്തി, നിന്റെ ടീമിൽ ചേരാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. വില്ലന്മാർക്കാണെങ്കിൽ വീണ്ടും ഡബിൾ ട്വിസ്റ്റ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.